ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 12ാം ക്ലാസ്സിലെ 7ാം പാഠമായ മരണവും മരണാനന്തര ജീവിതം എന്ന പാഠഭാഗത്തിൻ്റെ 3ാം മോഡ്യൂളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങേ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. വചനമനുസരിച്ച് ജീവിക്കുവാൻ, എന്നും അങ്ങയെ മഹത്വപ്പെടുത്തി വിശുദ്ധിയിൽ അനന്തനം ജീവിക്കുവാൻ, വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഒന്നാമത്തെ മോഡ്യൂളിൽ നാം ക്രിസ്തുവിൻ്റെ മരണ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിച്ചു. 2ാമത്തെ മോഡ്യൂളിൽ മരണാനന്തര അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ചിന്തകൾ പങ്കുവച്ചു. ഈ 3ാമത്തെ മോഡ്യൂളിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, അതായത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യതയുണ്ടോ എന്ന് സഭാപ്രബോധനങ്ങളുടെയും വിശ്വാസ രഹസ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാം ചിന്തകൾ പങ്കുവയ്ക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ബൈബിളിൽ എടുത്തു കാട്ടുന്ന ഏറ്റവും വലിയ ഭാഗമാണ് 2 മക്കബായരുടെ പുസ്തകത്തിൽ 12ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ആരംഭകാലം മുതൽ സഭ മരിച്ചവരുടെ അനുസ്മരണം ആദരിക്കുകയും അവർക്ക് വേണ്ടി പരിഹാര പ്രവർത്തികൾ ചെയ്തിരുന്നു. ശുദ്ധീകരിക്കപ്പെട്ട് എന്തിനാണ് ഈ പരിഹാര പ്രവർത്തികളും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനകളൊക്കെ സഭ ആരംഭകാലം മുതൽ ചെയ്തത്? ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എത്രയും പെട്ടെന്ന് ആത്മാക്കളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് ദൈവ സൗഭാഗ്യത്തിന് അർഹരാകട്ടെ. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യവും. സഭാപിതാക്കന്മാരും വിശുദ്ധരും ബൈബിൾ പണ്ഡിതരും എല്ലാവരും തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് മരിച്ചവർ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഫ്ലോറൻസ് സുനഹദോസും തെന്ത്രോസ് സുനഹദോസുമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും എടുത്തു കാട്ടുന്ന സഭാപ്രബോധനങ്ങൾ. ഇവിടെ ഈ ഒരു ഇതിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗം എന്താണ്? നമ്മിൽ നിന്ന് കടന്നുപോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരർ, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം അവർ എവിടെയെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിൽ അവരുടെ ആത്മാക്കൾ വേദനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാണ്. ഭൗതികമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെന്താണ്? ഭൗതികമായി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ദിവ്യബലിയിലൂടെയും പരിഹാര കർമ്മങ്ങളിലൂടെയും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇതൊരു രക്ഷാകരമായ പ്രവൃത്തിയാണെന്ന് 2 മക്കബായർ 13 വ്യക്തമാക്കുന്നു. അപ്പോൾ എത്ര നാൾ ഈ ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എത്ര നാൾ അവിടെ കിടക്കും? എത്ര നാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഇത് ഡിപ്പെൻഡ് ചെയ്യണത് ഓരോ വ്യക്തികളുടെയും അവരുടെ ജീവിതകാലത്ത് ചെയ്തു പോയ തെറ്റുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ദൈവത്തിൻ്റെ കൃപ നിരസിച്ചവർ, അവരുടെ ആ ദൈവത്തിൻ്റെ കൃപ നിരസിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പോയിന്റാണ്. അല്ലെങ്കിൽ ഇനിയുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ മരണശേഷം അവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ. ഇതിനെ നോക്കിയിട്ടാണ്, ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ആത്മാവ് എത്ര കാലം നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, അപ്പം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കടമയാണ് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എന്ന് നമുക്ക് സഭ വ്യക്തമാക്കി തരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ എങ്ങനെ സാധിക്കും? അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മൾ മരണവും ഉത്ഥാനവും കഴിഞ്ഞു, നമ്മൾ മരണാനന്തര അവസ്ഥകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളിൽ നിന്ന് വേർപൊരിഞ്ഞുപോയ ഒരുപാട് ആത്മാക്കൾ അവിടെ ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. അതെ, അങ്ങനെയെങ്കിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. എങ്ങനെയൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും? ഒന്നാമതായി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി എന്നും നമ്മൾ പ്രാർത്ഥനകൾ, പലപ്പോഴും പല കുടുംബ പ്രാർത്ഥനകളിലും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. ഇത് ഒരു വഴിയാണ് എന്ന് വെച്ച് നമുക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കുന്നത്. 2ാമതായിട്ട് നമുക്ക് കുർബാനകൾ അർപ്പിക്കാം. അവർക്ക് വേണ്ടി, മരിച്ചവർക്ക്, നമ്മൾ ഇന്ന് കടന്നുപോയവർക്ക് വേണ്ടി കുർബാനകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആത്മാക്കൾ എത്രയും പെട്ടെന്ന് യേശുവിൻ്റെ നിത്യ സൗഭാഗ്യത്തിലേക്ക് കടന്നു വരാനായിട്ട്. ഇനി കഴിയുന്നത്ര ദിവ്യബലിയിൽ, ഇപ്പോൾ നമുക്ക് അവരുടെ പേരിൽ കുർബാന അർപ്പിച്ചില്ലെങ്കിലും ഇനി നമുക്ക് നമ്മളുടെ പങ്കാളിത്തം വഴി, ദിവ്യബലിയുള്ള പങ്കാളിത്തം വഴി മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാണ്. ജപമാല വഴിയും പുണ്യപ്രവർത്തികൾ വഴിയും എല്ലാം അവർക്കായി നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്താൻ ഇത് സഹായിക്കും.
അപ്പൊ ഇവിടെ നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് ക്രിട്ടിക്കലാണ്. കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നീറുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തായിരിക്കുന്നവർ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കും. ഇതെല്ലാം ചെയ്യുന്ന വഴി, ഈ ഒരു പ്രാർത്ഥനകളും അവർക്ക് വേണ്ടി നാം ചെയ്യുന്ന പരിഹാര പ്രവർത്തികളെല്ലാം വഴി അവർ ദൈവ സൗഭാഗ്യത്തിലേക്ക് എത്താനായിട്ട്, അല്ല ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ യോഗ്യരാക്കുകയാണ്. ഈശോ നമുക്കായി ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. നീ നിത്യ അഗ്നിയിലേക്ക്, അതായത് ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായുള്ള വേർപാടാണ് ആഗ്രഹിക്കുന്നത്, അതോ ദൈവത്തോടുകൂടി ആയിരിക്കാനാണോ? ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെ, അത് അപ്പോൾ നിത്യ അഗ്നിയിലേക്കാണോ നിത്യരക്ഷയിലേക്കാണോ? ഇവിടെ സംഭവിക്കുന്ന ഒന്ന് ദൈവത്തിലേക്കുള്ള അടുത്തെത്തുന്നു, ദൈവത്തിലേക്ക് ചേരുന്നു, മറ്റൊന്ന് ദൈവത്തിനുള്ള വേർപാടാണ്. തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. നമ്മുടെ ഈ ജീവിതകാലത്തെ കൊച്ചു ജീവിത കാലഘട്ടങ്ങളിൽ കുറച്ച് കാലങ്ങളെ നമ്മൾ ഇവിടെ ഉള്ളൂ ഈ ഭൂമിയിൽ. അപ്പൊ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയിട്ടുള്ള തിരുത്താനുള്ള ഒരു അവസരമായിട്ട് ഈ പാഠവും നമുക്ക് എടുക്കാം. അതെ, ഇവിടെ സഭയോടത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവെ, അങ്ങ് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ അനുവദിക്കരുതേ. അതെ, എന്നും ഈശോ നമ്മുടെ കൂടെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പല ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സങ്കടങ്ങളും സഹനങ്ങളിലെല്ലാം ഈശോയെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും അകന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. അവിടെ നമ്മെ തന്നെ ഒരുക്കാനായിട്ടാണ് ഈ ഒരു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു പാഠഭാഗത്ത് ഈശോ നമ്മോട് പറയും, നമ്മളെ തന്നെ ഒരുക്കുക. എന്തിനു വേണ്ടി? ഒരു പ്രത്യാശയാണ് ദൈവം തരുന്നു വെക്കുന്നത്. മരണശേഷം ഒരു അന്ത്യമല്ല, അല്ലെങ്കിൽ അതൊരു കടന്നുപോകൽ മാത്രമാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തു നിന്ന് കടന്നുപോകൽ, അവിടെ ഈശോയിലേക്ക് എത്താനുള്ള ഒരു വേ ആണ് മരണം എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഈശോ നമുക്ക് ഉറപ്പ് തരുന്നത് ഒരു പുതിയ ആകാശത്തെയും ഒരു പുതിയ ഭൂമിയെയും കുറിച്ച്. അതെ, ഒരു പ്രത്യാശ. എന്താണ് പ്രത്യാശ? അവിടെ വിലാപമോ കരച്ചിലോ ഉണ്ടാവുകയില്ല. അവിടെ ഒറ്റ സ്വർഗീയ സമ്മാനം മാത്രമാണ്. അപ്പോൾ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടവർ ദൈവത്തിന്റെ വിശുദ്ധ നഗരമായി ഭവിക്കും. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം പറയുന്നുണ്ട്. ഒരു ഉറപ്പാണ്. അപ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു വിശുദ്ധ നഗരമായി തീരുമെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തരുന്ന ഉറപ്പ് എന്താണ്? ദൈവത്തോടുകൂടി ആയിരിക്കാൻ നമ്മളെ ദൈവം ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ പ്രബോധനമനുസരിച്ച് ജീവിക്കുമെങ്കിൽ മാത്രമേ, പക്ഷെ ഒരു ക്ലോസ് ആണത്. അതെ, ആ ഒരു ക്ലോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിസ്തുവിന്റെ പ്രബോധനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വലിയ കാര്യമാണ്. അതെ, ഈ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ 3 മോഡ്യൂളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഒരുപാട് ചിന്തകൾ നമ്മൾ പങ്കുവെച്ചു അല്ലേ. ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം എന്ന് പറഞ്ഞു. അത് നമ്മുടെ വിശ്വാസത്തിന്റെ കാതലാണ്. അതുകൊണ്ട് മരണം എന്നുള്ളത് ഒരു സങ്കടകരമായ അവസ്ഥയല്ല, മറിച്ച് ദൈവത്തിലേക്കുള്ള ഒരു ഐക്യപ്പെടലാണ്. അവിടെ ഈശോയോട് കൂടി ഐക്യപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? നമ്മുടെ പ്രവൃത്തികൾ കുറ്റമറ്റതാകണം. ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് തരുന്ന സന്ദേശം അത്രമാണ്. നമ്മൾ വെറുതെ കേട്ട് പോകുന്നവരാകാതെ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? അതുകൊണ്ടാണല്ലോ യാക്കോബ് 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. സംസാരത്തിലും അല്ലെങ്കിൽ വാക്കിലും അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലേ, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. ഈശോ നമ്മൾ പറയുന്നു സ്നേഹം എന്നുള്ളത് എന്താണ്? നിങ്ങൾ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, തിന്മകൾ നിരൂപിക്കുന്നില്ല. അതെ, അപ്പൊ ആ പ്രവൃത്തികളോടുകൂടി ആയിരിക്കാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രവൃത്തികൾ കുറ്റമറ്റതാവുമെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗീയ സൗഭാഗ്യത്തിന് നാം അർഹരാകും. അപ്പൊ ഇവിടെ നമുക്ക് സഭാപ്രബോധനങ്ങളും അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളും വചനങ്ങളും അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. എവിടെയാണ് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ അറിയുന്നില്ല, നമ്മുടെ വിശ്വാസ സത്യങ്ങൾ അറിയുന്നില്ല. ആ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഇനി അറിയാത്തവരായി ജീവിക്കാതെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും. എന്തെങ്കിലും ഒരു വിശുദ്ധിക്ക് നമ്മുടെ ലൈഫിൽ പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മാനസാന്തരപ്പെടുക. അതൊരു പോയിന്റ്. ഇനി നമ്മളിൽ നിന്ന് കടന്നു പോയവർ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതായത് എവിടെയെങ്കിലും വിശുദ്ധിക്ക് കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം കടപ്പെട്ടവരാണ്. ആ ഒരു ധൈര്യമാണ്. അതാണ് ഈ നവംബർ മാസക്കാലങ്ങളിൽ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഒരു മാസം തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് വേണ്ടി ആ അഗ്നിയിൽ നിന്ന് നിത്യ രക്ഷയിലേക്ക്, അല്ലെങ്കിൽ ആ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അവർ മോചനപ്പെട്ട്
മോചിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ യോഗ്യരാക്കുവാൻ അവരെ പ്രാപ്തരാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്നവരുടെ കടമയാണ്. ഈ പാഠഭാഗത്തിൻ്റെ ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രചോദനമാണ്. വെറുതെ പഠിച്ചു പോയി അല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ട് പോകുന്ന മാത്രമാകാതെ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഈശോയോടത്ത് പ്രാർത്ഥിക്കാം. ഈശോ നമ്മോട് പറയുന്നുണ്ട്, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് എത്തിപ്പെടാൻ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതകാലത്ത് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതിനെല്ലാം ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഈ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, ഞങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ചിന്താഗതിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. എന്നും അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ. ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ എവിടെയെങ്കിലും നമ്മൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി എന്നും ഒരു പ്രാർത്ഥന ചൊല്ലുക. അത് കുടുംബ പ്രാർത്ഥന ഉൾപ്പെടുത്താം. ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് കടന്നുപോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വഴി നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ഇതിനെല്ലാം ഈശോ നമ്മൾ എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.